ബഹുമാനപ്പെട്ട പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ മണ്ഡലത്തിന്റെ പ്രസിഡന്റിന്റെ ഇൻചാർജുമായ ശ്രീ ബൈജു, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സി ദേവാനന്ദ്, ശ്രീമതി മോഹിനി ശിവദാസ്, പാർട്ടിയുടെ മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ സുനിൽ കെ ജോർജ് അടക്കം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഹരിപ്പാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾക്കും സാദര നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ കോടതി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മെ ഭരിച്ച നമ്മുടെ ഹരിപ്പാട് നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് ഇവിടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഭാരതീയ ജനതാ പാർട്ടി ഏതെങ്കിലും രാഷ്ട്രീയമായ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ആരോപണങ്ങളല്ല. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ഹരിപ്പാട് ഓഡിറ്റ് വകുപ്പ് ഹരിപ്പാട് നഗരസഭയുടെ പ്രവർത്തനത്തെ സസൂക്ഷ്മം വിലയിരുത്തിയതിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും ക്രമക്കേടുമൊക്കെയാണ് ഹരിപ്പാട്ടെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എങ്ങനെയുള്ളവരാണ് നമ്മെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ഇവരിൽ പലരും പല പേരിൽ പല വേഷത്തിൽ നിങ്ങളെ വീണ്ടും സമീപിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നൽകിയ അവസരം ഇവരെന്തിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ 5 വർഷം വിനിയോഗിച്ചത്? ഇതറിയാനുള്ള ബാധ്യത ജനാധിപത്യത്തിൽ ഓരോ പൗരനും ഉള്ളതാണ്. നാം വിശ്വസിച്ച് ഭരണമേൽപ്പിച്ചവർ എന്താണ് നമ്മോട് ചെയ്തത്? അവരെ നമ്മുടെ നാടിന്റെ ഭരണം ഇനി ഏൽപ്പിക്കേണ്ടതുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഈ ഹരിപ്പാട് പ്രബുദ്ധരായ ജനതയുടെ മുൻപാകെ ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതല്ല, സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ള ചില കണക്കുകളാണ് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. 2020 മുതൽ 24 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഇതിലൊന്നാമത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. 2020-21 വർഷത്തിൽ ഹരിപ്പാട് നഗരസഭയ്ക്ക് 3,82,47,411 രൂപയുടെ പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നും അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതായത് 219 പദ്ധതികൾ നമുക്ക് വികസനത്തിന് വേണ്ടി നടപ്പാക്കാൻ വേണ്ടി നഗരസഭയുടെ മുൻപാകെ 3,82,47,411 രൂപ കിട്ടിയപ്പോൾ ഇവർ വിനിയോഗിച്ചത് വെറും 48% തുകയാണ്. അതായത് 219 പദ്ധതികൾക്ക് അനുമതി കിട്ടിയപ്പോൾ വെറും 105 പദ്ധതികൾക്കാണ് ഏതെങ്കിലും തരത്തിൽ ഭരണാനുമതിയെങ്കിലും നേടിയെടുത്ത് തുടങ്ങാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതായത് ആകെ 3,82,00,000 കിട്ടിയപ്പോൾ അതിൽ 2,16,00,000 രൂപയും പാഴാക്കി കളഞ്ഞ ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം നമ്മെ ഭരിച്ചത്. ഒരു വർഷത്തെ കണക്കാണ് 2020-21. നെക്സ്റ്റ്. ആ വർഷം ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടന്നത് മരാമത്ത് വകുപ്പിലായി, പൊതുമരാമത്ത് വകുപ്പ്. നിങ്ങൾ നോക്കൂ, ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റർമാരുടെ പരാമർശങ്ങളാണ്. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനും അതിന്റെ ഫലപ്രാപ്തി ഉറപ്പാക്കാനും മോണിറ്ററിംഗ് സംവിധാനം കാര്യക്ഷമമല്ല. രണ്ടാമത് നോക്കൂ, പദ്ധതിയുടെ വിലയിരുത്തൽ. ഒരു പദ്ധതി നടപ്പാക്കിയാൽ സ്വാഭാവികമായും അതിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാകണം. നാം തുടങ്ങി വെച്ച പദ്ധതികൾ എവിടം വരെയായി, അതേപറ്റി നഗരസഭയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. അടുത്തത് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കരാറുകാരന് കരാറ് കൊടുത്താൽ അതിന്റെ വിശദാംശങ്ങൾ നഗരസഭയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഗവൺമെന്റ് ചട്ടം. പക്ഷെ നോക്കൂ, ഓഡിറ്റർ പറയുന്നത് നോക്കൂ, കരാറുകാരന് കരാർ നൽകുന്നതിന്റെ വിശദാംശങ്ങൾ നഗരസഭ സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കരാറ് കൊടുക്കുമ്പോൾ സമയബന്ധിതമായാണ് കരാറ് പൂർത്തിയാക്കുന്നത്. അതിന് കംപ്ലീഷൻ ഡേറ്റ് ഉണ്ട്. എന്നാണ് ഈ പദ്ധതി പൂർത്തിയാക്കേണ്ടത്. അങ്ങനെ ഒരു റിപ്പോർട്ട് അതിനകത്ത് തീയതി രേഖപ്പെടുത്താൻ എന്ന് പൂർത്തിയാക്കണമെന്നോ തീയതിയില്ല. അതിനാൽ പണികൾ അനന്തമായി നീണ്ടുപോകുന്നു.
സാധാരണഗതിയിൽ സർക്കാരിന്റെ ഒരു കരാർ ഏറ്റെടുത്താൽ പറഞ്ഞ തീയതിക്കകം ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരുടെ വരുന്ന പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ കരാറിലുണ്ട്. പക്ഷെ തീയതി പറയാത്തതിനാൽ കരാറുകാരിൽ നിന്നും പിഴ ഈടാക്കാൻ കഴിയുന്നില്ല. ഇതും ഓഡിറ്ററുടെ കണ്ടെത്തലാണ്. അതിനുശേഷം പറയുന്നു ടാബുലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി സൂക്ഷിക്കാറില്ല. ആസ്തി രജിസ്റ്റർ, അതായത് ഓരോ വർഷവും നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ പുതുക്കേണ്ടതുണ്ട്. ഇപ്പൊ നഗരസഭയിൽ പുതിയതായ ഒരു റോഡ് വന്നാൽ, ഇവിടെ കൗൺസിലർമാരൊക്കെ ഉണ്ട്, പുതിയതായ ഒരു റോഡ് ടാർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ റോഡിനെ നഗരസഭയുടെ ആസ്തിയിലേക്ക് ഉൾപ്പെടുത്തണം. ഒരു കെട്ടിടം പണിതാൽ, പക്ഷേ വർഷങ്ങളായി നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ പുതുക്കാത്തത് കാരണം ഈ നഗരസഭയ്ക്ക് എത്ര ആസ്തി ഉണ്ട് എന്ന് തിട്ടപ്പെടുത്താൻ ഇതേവരെ ഓഡിറ്റർമാർക്ക് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, 2020-21 വർഷം, ആ ഒരു വർഷം മാത്രം മുമ്പേ നമ്മൾ കണ്ടു, ആദ്യത്തേത് കണ്ടു. അതിനുശേഷം പറയുന്നു 1.14 കോടി രൂപയുടെ വരുമാനക്കുറവാണ് ഈ നഗരസഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ നഗരസഭ സ്വാഭാവികമായും സ്വന്തമായി വരുമാനം ജനറേറ്റ് ചെയ്യേണ്ട ഒരു ഭരണസമിതിയാണ്. എല്ലാ ഭരണസമിതിയും ചുമതലയാകുന്നുണ്ട്. പക്ഷേ ആ ഒരു വർഷം മാത്രം 1.25 കോടി രൂപയുടെ വരുമാനക്കുറവുണ്ട്. അതേ സമയത്ത് നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വാടക, വസ്തുനികുതി, തൊഴിൽ നികുതി, ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കാനുണ്ട്. ഇതേപ്പറ്റി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർക്കോ ഭരണസമിതിക്കോ യാതൊരു വിധമായ ഉത്തരവാദിത്വവും ഇല്ല എന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ്, അത് പട്ടികജാതി ഫണ്ട്. നമുക്കറിയാം, പട്ടികജാതി ഫണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം കൊടുക്കാനുള്ള ഫണ്ടാണ്. SC വിഭാഗത്തിൽപ്പെട്ട ബിരുദ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കാലാവധി വരെയുള്ള എല്ലാ വർഷവും 20,000 രൂപ കൊടുക്കാൻ നഗരസഭയുടെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ നഗരസഭ ഇതിനായി തുക നീക്കി വെക്കുകയോ അവർക്ക് വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതായത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട അർഹമായ സ്കോളർഷിപ്പ് പോലും നഗരസഭ കൊടുക്കുന്നില്ല. 20,000 രൂപ ഈ നഗരസഭയിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട തുക ഈ നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, കേന്ദ്ര ഫണ്ട്. ഈ നഗരസഭയ്ക്ക് നോക്കൂ, കേന്ദ്ര സർക്കാർ കൊടുത്ത പണമാണ് 27,71,534 രൂപ. ഒരു വർഷത്തെയാണല്ലോ, 2020-21 വർഷം 28 ലക്ഷം രൂപ, ഏകദേശം 28 ലക്ഷം രൂപ നഗരസഭയ്ക്കായി കൊടുത്താണ് വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി. അത് നഗരസഭ ഉപയോഗപ്പെടുത്താതെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നു എന്ന് ആര് പറയുന്നു? സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തി. നോക്കൂ നിങ്ങൾ, കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്ത പണമാണ്. അത് നഗരസഭയ്ക്ക് വേണ്ട, അവരത് ചെലവാക്കാതെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നു. നെക്സ്റ്റ്, നഗരപ്രദേശങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതിയെ ഹരിപ്പാട് നഗരസഭ എങ്ങനെയാണ് അട്ടിമറിച്ചത്? 671 പദ്ധതികളിലായി 50 ലക്ഷം രൂപ. നമുക്ക് ചില്ലറ തുകയല്ല, സാധാരണ മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കേണ്ട പദ്ധതിയാണ്. 671 പദ്ധതിയിൽ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിന് ഏറ്റെടുത്തത് എത്രയാണെന്ന് നോക്കൂ, 8% പദ്ധതികൾ. കേവലം 671 പദ്ധതികളിൽ കൂടി നഗരസഭയിലെ സാധാരണ മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കാനുണ്ടായിട്ട് അതിന്റെ 8% പ്രവൃത്തി മാത്രമാണ് ഏറ്റെടുത്തത്. ഇത് മാത്രമല്ല, 100 തൊഴിലിന് കിട്ടിയത് ആകെ 588 പേർക്കാണ്. അത് പൂർത്തീകരിച്ചത് ഒരു 15 പേരാണ് കോഴിക്കോട്. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്ക് കിട്ടേണ്ട പണം ഇവരുടെ കാര്യസ്ഥത മൂലം, അഴിമതി മൂലം, ഉത്തരവാദിത്വമില്ലായ്മ മൂലം നഷ്ടമാകുന്നത് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചത്. എല്ലാവർക്കും അറിയാം, നഗരസഭയിൽ ഒരു അറവുശാല ഉണ്ട് എന്നാണ് വെയ്പ്പ്. 430 കോടി രൂപയുടെ പദ്ധതിയാണ്, 1-2 രൂപയുടെ അല്ല. 2018 ഭരണാധിപതി കിട്ടി 430 കോടി രൂപയുടെ ആധുനിക അറവുശാല കാലിക്കറ്റ് നഗരസഭയ്ക്ക് കിട്ടിയതാണ്. ധാരാപുരിയിൽ 50 സെന്റ് സ്ഥലമുണ്ടോ? ഏറ്റെടുത്തുണ്ടോ? യെസ്, 50 സെന്റ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളതായിട്ട് പറയുന്നു. 7 വർഷമായി. 2018, 2025 എത്ര രൂപയാണ് വാഴ പോയത്?
430 കോടി രൂപ നഗരസഭയിൽ ആധുനികമായ ഒരു അറവുശാല സ്ഥാപിക്കാനുണ്ടായിരുന്ന തുകയാണ് കഴിഞ്ഞ ഭരണസമിതി ലാപ്സാക്കി കളഞ്ഞത്. അടുത്തത് കുടിവെള്ളം. നഗരസഭയിലെ 29 വാർഡിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വന്നതുകൊണ്ട് ചെറിയൊരു കുടിവെള്ളം കിട്ടുമെന്നുള്ളതാണ്. 16.5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഈ 16.5 ലക്ഷത്തിൽ 16,37,000 രൂപയും വാട്ടർ അതോറിറ്റിക്ക് അടച്ചതായി ഫയലിൽ രേഖകളുണ്ട്. പക്ഷേ പ്രവൃത്തിയുടെ രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു, വിനിയോഗ സാക്ഷ്യപത്രം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഇതൊന്നും നഗരസഭയ്ക്ക് മറുപടിയില്ല. അപ്പോൾ എവിടേക്കാണ് ഈ പണം പോയത്? നമ്മൾക്ക് കുടിവെള്ളം തരാൻ വേണ്ടി നഗരസഭയെ ഏൽപ്പിച്ച 16.5 ലക്ഷം രൂപയിൽ 16,37,000 രൂപയും ചെലവഴിച്ചതായി അവർ പറയുന്നു. പക്ഷെ അതിന്റെ രേഖകളില്ല, വിനിയോഗ സാക്ഷ്യപത്രമില്ല, പദ്ധതിയുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന ചോദ്യത്തിന് മറുപടിയുമില്ല. എങ്ങനെയാണ് നഗരസഭ നമ്മുടെ കുടിവെള്ളം മുട്ടിച്ചത് എന്ന് മനസ്സിലായി. നെക്സ്റ്റ്, കോവിഡ് കാലത്ത് നമ്മുടെ നഗരസഭയിലെ മാന്യന്മാര് കോവിഡ് കാലത്ത് നടന്ന തട്ടിപ്പാണ്. ആയുർവേദ മരുന്ന് വിതരണം ചെയ്യാൻ എന്താണെന്ന് കൃത്യമായി പറയുന്നത്. 10,000 കുടുംബങ്ങൾക്ക്, നഗരസഭയുടെ പരിധിയിൽ വരുന്ന 10,000 കുടുംബങ്ങൾക്ക് അഗസ്ത്യ രസായനം, അപരാജിത ചൂർണം, ഷടാംഗ കഷായ ചൂർണം എന്നിവ ഉണ്ടായിരുന്നു. അത് കൗൺസിലർമാർ ഇത് ചിരിക്കുന്നുണ്ട്, പറയുന്നത് കള്ളവെന്ന് മനസ്സിലായല്ലോ അല്ലെ. 11,55,000 രൂപയ്ക്ക് മരുന്ന് കൊടുത്തു എന്നാണ് നഗരസഭ അവകാശപ്പെടുന്നത്. പക്ഷേ രേഖകൾ മാത്രമില്ല. എന്തുകൊണ്ടാണെന്ന് ഇവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഇവർ വരുമ്പോൾ ചോദിക്കേണ്ടത്. 11.5 ലക്ഷം രൂപയ്ക്ക് കോവിഡ് കാലത്ത് നമുക്കൊക്കെ മരുന്ന് തന്നു എന്നാണ് നഗരസഭ പറയുന്നത്. പക്ഷേ സർക്കാരിന്റെ ഒരു രേഖയിലും അങ്ങനെയില്ല. എന്തായാലും 11.5 ലക്ഷം രൂപ ചില വായിൽ പോയിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. നെക്സ്റ്റ്, നോക്കൂ, കിടപ്പ് രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ ഇതൊക്കെ നമ്മള് ജനം അറിയണമല്ലോ. കിടപ്പ് രോഗികൾക്ക് മരുന്നും ഉപകരണങ്ങളും വാങ്ങാൻ 2.25 ലക്ഷം രൂപ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൈമാറിയതായിട്ട് രേഖയുണ്ട്. പക്ഷെ മരുന്ന് കിട്ടിയത് 1,00,000 രൂപയ്ക്കാണ്. ബാക്കി പൈസ എവിടെ പോയി ആർക്കും അറിയില്ല. നെക്സ്റ്റ്, തൊഴിൽ നമുക്ക് പറഞ്ഞതിന്റെ എക്സെപ്ഷൻ ആണ്. ഇതൊക്കെ ഒറ്റ വർഷത്തിലാണല്ലോ. 2020-21 വർഷത്തെ ക്രമക്കേട് മാത്രമാണ്. ആകെ 671 പ്രവൃത്തികൾക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്. ഏറ്റെടുത്തത് 58 എണ്ണം. നഗരസഭയിൽ 2,910 തൊഴിലാളികൾ തൊഴിലിന് വേണ്ടി രജിസ്റ്റർ ചെയ്തപ്പോ ആകെ തൊഴിൽ കൊടുത്തത് വെറും 1,500 പേർക്കാണ്. അതേസമയം നോക്കൂ, നഗരസഭയിൽ ഫണ്ടില്ലാത്തത് കൊണ്ടല്ല, മുൻ വർഷത്തെ നീക്കിയിരിപ്പ് ഒരു 34.4 ലക്ഷം രൂപയുണ്ട് നഗരസഭയുടെ കൈവശം. 2020-22 കിട്ടിയ 50 ലക്ഷം രൂപയുണ്ട്. പലിശ ഒരു 81,81,000 രൂപയുണ്ട്. ആകെ 85 ലക്ഷം രൂപ ഹരിപ്പാട് നഗരസഭയുടെ കൈവശം ഇരിക്കുമ്പോഴാണ് നഗരസഭയിലെ സാധാരണ മനുഷ്യർക്ക് തൊഴിൽ നിഷേധിച്ചത്. 671 പദ്ധതികൾക്കായി ജനങ്ങൾക്ക് 100 ദിന തൊഴിൽ കൊടുക്കേണ്ട നഗരസഭ അനുവദിച്ചത് കേവലം 58 പദ്ധതികളാണ്. അപ്പൊ നോക്ക്, ഇവർക്ക് ആരോടാണ് ബാധ്യത? ഇവരാർക്കു വേണ്ടിയാണ് കഴിഞ്ഞ 5 വർഷം ഭരിച്ചത് എന്ന ചോദ്യമാണ് നാം ഉയർത്തേണ്ടത്. നെക്സ്റ്റ്, വളരെ ഞെട്ടിയത് 2022-23 അടുത്ത വർഷം എത്തി. 22 വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. ഈ വർഷം മാത്രം പാഴാക്കിയ കോടികളുടെ കണക്കാണ്. പൊതുവികസന ഫണ്ട് 34,63,042 രൂപ നഗരസഭയുടെ അക്കൗണ്ടിലുണ്ട്. SST വികസന ഫണ്ട്, SST എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻ, അത് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്. അതെത്ര നോക്കൂ, 3,73,208 രൂപ. 15ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡ് ചൈൽഡ് ട്രഷറി ഫണ്ടാണ്. എന്ന് പറഞ്ഞാൽ അത് ആ പട്ടിക ഉപയോഗത്തിന് മാത്രം ചെലവാക്കാനുള്ളതാണ്. ട്രഷറിയുമായി ടൈഡ് ചെയ്ത് വേറെ ഭാഗമാറ്റി ചെലവഴിക്കാൻ പറ്റാത്ത തുകയാണ് 1,19,000. അത് പ്രത്യേക ഉദ്ദേശത്തിൽ ഉപയോഗിക്കുക. 15ാം ധനകാര്യ കമ്മീഷൻ കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. അൺടൈഡ് ട്രഷറി 17,917 രൂപ. റോഡ് സംരക്ഷണത്തിനായി കൊടുത്ത 24,227,227 പാഴാക്കിയതാണ് കേട്ടോ, നടപ്പാക്കിയതല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത്രയും ഫണ്ട് പാഴാക്കിയതാണ് പറഞ്ഞത്.
പൊതുവികസന ഫണ്ടിന്റെ 34 ലക്ഷം കിട്ടത്തില്ല. നമ്മളുടെ പൊതു ഭരണത്തിൽ ഉപയോഗിക്കേണ്ട ഈ ഹരിപ്പാട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണമാണ് 34 ലക്ഷം. പട്ടികജാതി വിഭാഗങ്ങൾ കൊടുക്കേണ്ട 3.25 ലക്ഷം. ധനകാര്യ കമ്മീഷൻ കൊടുത്ത 1,19,000. 15 ധനകാര്യ കമ്മീഷൻ ട്രഷറിയിൽ കൂടി കൊടുത്ത 17,000 രൂപ. അല്ലാതെ റോഡ് സംരക്ഷണത്തിന് കൊടുത്ത 24,25,000. റോഡ് സംരക്ഷണത്തിന് നോൺ റോഡ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ കെട്ടിടങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫണ്ടാണ് 60 ലക്ഷം രൂപയുണ്ട്. നഗരസഭയുടെ കെട്ടിടം സംരക്ഷിക്കാനും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ കൊടുത്ത 60 ലക്ഷം. ആകെ പാഴാക്കിയത് നിങ്ങൾ നോക്കൂ, 1,24,82,105 രൂപ ഫണ്ട് മാത്രം പാഴാക്കിയിട്ടുള്ളൂ. ഇത് ഒരിക്കലും തിരികെ കിട്ടാത്തതാണ്. അപ്പൊ ഇവരുടെയൊക്കെ കാര്യക്ഷമത, ഇവരുടെയൊക്കെ ഉത്തരവാദിത്വ ബോധം, സാമൂഹ്യ പ്രതിബദ്ധത എത്രമാത്രം ഉണ്ടെന്ന് 1.25 കോടി രൂപ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരന് കിട്ടേണ്ട പണമാണ് ആ ഒറ്റ വർഷം. എന്ന് കൂടാതെ ഓഡിറ്റർ പറയുന്നു, ആ സാമ്പത്തിക വർഷത്തിൽ നികുതി പിരിവിന്റെ 90% നടപ്പാക്കണമെന്നാണ് വെയ്പ്പ്. അത് ചെയ്യാത്തത് കൊണ്ട് വേറെ 2.25 ലക്ഷം രൂപ എന്ത് ചെയ്തു? പിഴയായി തിരികെ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇത് നമ്മള് വളരെ ഞെട്ടലോടെ വേണം ഇത് കാണാൻ. ഇത് നമ്മളുടെ പൊതു പണമാണ്. 5 വർഷം നമ്മെ ഭരിക്കാൻ കയറിയിരുന്നവർ കാണിച്ചു കൂട്ടിയതാണ്. ഇനി നോക്കൂ, ആ വർഷം 135 പദ്ധതികൾക്ക് അനുമതി കിട്ടി. നടപ്പാക്കിയത് 65% മാത്രമാണ്, ഒരു 89 എണ്ണം. അവിടെയും 3,99,90,000 രൂപ, ഏകദേശം 4 കോടി രൂപ അവിടെയും ഈ നഗരസഭ പാഴാക്കിക്കളഞ്ഞു. അപ്പോ നമ്മുടെ ഹരിപ്പാട്ടെ ജനങ്ങളോടാണ് നമ്മുടെ ചോദ്യം, നിങ്ങൾ ഇവരെയാണോ വീണ്ടും ഈ നഗരസഭയുടെ ഭരണം ഏൽപ്പിക്കാൻ പോകുന്നത്? ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട കോടികൾ പാഴാക്കുന്നവരെയാണോ നിങ്ങൾ ഭരണം ഏൽപ്പിക്കാൻ പോകുന്നത് ചോദ്യമാണുള്ളത്. നെക്സ്റ്റ്, കോഴി പദ്ധതി വളരെ നിസ്സാരമാണ്. SC വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മമാർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ ഏകദേശം 2 ലക്ഷം രൂപയുണ്ടായി. നോക്കൂ, അതിൽ 1,86,000 രൂപയും പാഴാക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് തോന്നുന്നു നിസ്സാര തുകയാണെന്ന്. പക്ഷെ നോക്കൂ, ഒരു വീട്ടിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതാണ്. 247 പേരെ അവർ കണ്ടെത്തി കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാൻ. എന്നിട്ട് കൊടുത്തത് വെറും 22 പേർക്കാണ്. എന്നിട്ട് ആ പണം ലാപ്സാക്കി കളയുകയോ അവർ കുട്ടിടിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ഓഡിറ്റർ കണ്ടെത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ നഗരസഭയിൽ പ്രായമായവർക്ക് കൊടുക്കാനുള്ള കട്ടിൽ, കട്ടിൽ വിതരണം ചെയ്യാൻ വേണ്ടി 6.25 ലക്ഷം രൂപ, 6,27,749 രൂപ സിഡ്കോയ്ക്ക് കൊടുത്തു എന്ന് രേഖകളുണ്ട്. സിഡ്കോയ്ക്ക്. പക്ഷേ കട്ടില് വാങ്ങിയതിന് രേഖയില്ല, വിതരണം ചെയ്തതിന് രേഖയില്ല. 6.25 ലക്ഷം രൂപ ആർക്കും കൊടുത്തതിന് രേഖയുണ്ട്, പക്ഷെ കട്ടിൽ മാത്രം വന്നിട്ടില്ല. നാട്ടുകാർ ഇപ്പോൾ തറയിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ്, മുമ്പ് പറഞ്ഞതിന്റെ ബാക്കിയാണ്, 2ാം വർഷത്തിലെയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 5.25 ലക്ഷം, ഏകദേശം 6,5,80,000 രൂപ മരുന്ന് വാങ്ങാൻ കൊടുത്തു. മരുന്ന് മാത്രം കിട്ടിയിട്ടില്ല. 3,07,000 രൂപയുടെ മരുന്ന് വാങ്ങുന്നതിന് യാതൊരു തെളിവുമില്ല. നെക്സ്റ്റ്, മാലിന്യം. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ബയോബിൻ വെക്കാൻ വേണ്ടി റേക്കോ മാവേലിക്കര എന്ന കമ്പനിക്ക് ഏകദേശം 20 ലക്ഷം രൂപ കൊടുത്തതായി രേഖയുണ്ട്. പക്ഷെ ഒരു ബയോബിന്നും വന്നില്ല. എത്ര? 886 വീടുകളിലേക്കാണ് എന്നോ. അപ്പൊ നോക്കി ആരുടെയോ പേരിൽ ബില്ലെഴുതി മാറിയിട്ടുണ്ട്. നാട്ടുകാർക്ക് മാത്രം കിട്ടിയതായി ഓഡിറ്റ് രേഖകൾ യാതൊന്നുമില്ല. നെക്സ്റ്റ്, അടുത്ത വർഷം 23-24 മുൻപ് വർഷത്തിന്റെ അതേ ആവർത്തനമാണ്. വീണ്ടും നമ്മൾ കണ്ടു, പൊതുവികസന ഫണ്ട് വീണ്ടും 22,53,000 രൂപ. SSP ഫണ്ട് 40,82,000. റോഡ് സംരക്ഷിക്കാൻ 78,40,000. നോൺ റോഡ് കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ 1,97,23,464. ആകെ 3,39,00,000 രൂപ വീണ്ടും 23-24 വർഷം ഒരു പാഴാക്കി. ഇത് കേന്ദ്രത്തിൽ നിന്ന് ആവശ്യം പോലെ പണം കിട്ടുന്നുണ്ട്. നമ്മളോട് എന്താ പറയുന്നത്? ഫണ്ടില്ല എന്നല്ലേ പറയുന്നത്. ഫണ്ട് അക്കൗണ്ടിൽ കിടക്കുമ്പോഴാണ് ഈ നമ്മുടെ നഗരസഭ ഭരിച്ച മാന്യന്മാര് ഇത്രയും കോടി ഒരു വർഷം മാത്രം വീണ്ടും 3.25 കോടി രൂപ, 3,40,00,000 രൂപയോളം പഴക്കുന്നത്. ആ വർഷം നിങ്ങൾ നോക്കൂ, 203 പദ്ധതികൾക്ക് അംഗീകാരം കിട്ടി.
14,31,00,000 രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഭരണാനുമതി കിട്ടിയപ്പോ വെറും 40% പദ്ധതികളാണ് തുടങ്ങി വെക്കുകയെങ്കിൽ ഇതിൽ പദ്ധതി നടപ്പാക്കിയതല്ല, പദ്ധതി തുടങ്ങി വെച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 9.5 കോടി രൂപയും പാഴാക്കി കളഞ്ഞിരിക്കുന്നു ഈ നഗരസഭ. അടുത്തതാണ് നല്ല രസമാണിത്. നമ്മുടെ നഗരസഭയിൽ 2 വെൽനസ് സെന്ററുകൾ തുടങ്ങാൻ സർക്കാരിന്റെ കയ്യിൽ ഒരു പണം കിട്ടി. 15ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ 15ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ആയിട്ട് 1,70,67,000 രൂപ 2 വെൽനസ് സെന്ററുകൾ തുടങ്ങാൻ നഗരസഭയിൽ കിട്ടിയിട്ടുണ്ട്. നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിൽ രേഖയുണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്രത്തിന്റെ പണം വരുന്നത്. 2 തുടങ്ങാൻ തീരുമാനിച്ചു. കണ്ടോളൂ. നെക്സ്റ്റ് സുലേഖ സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ? സുലേഖ എന്നാണ് സോഫ്റ്റ്വെയറിലാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആ സോഫ്റ്റ്വെയർ അനുസരിച്ച് 1,70,00,000 കിട്ടിയത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ അനുസരിച്ച് 23 ലക്ഷം രൂപ ചെലവഴിച്ചതായിട്ട് സോഫ്റ്റ്വെയർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ 1,10,00,000 രൂപ ആശാമാര് പിൻവലിച്ചു. മനസ്സിലായോ? ആകെ 23 ലക്ഷത്തിന്റെ സോഫ്റ്റ്വെയറിൽ കണക്ക് കാണിച്ചിട്ട് 1,22,659 രൂപ പിൻവലിച്ചതായി യൂണിയൻ ബാങ്കിന്റെ രേഖകൾ പറയുന്നു. ഹരിപ്പാട് യൂണിയൻ ബാങ്കിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ആ ബാങ്കിന്റെ പാസ്ബുക്ക് ഉപയോഗിച്ച് ബാങ്ക് ബുക്ക് എന്നീ രേഖകൾ പരിശോധനയിൽ നിന്നും നഗരസഭ 1,10,00,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ സോഫ്റ്റ്വെയറിൽ ആകെ 23 ലക്ഷം രൂപയെ ഉള്ളൂ. പല തവണയായിട്ടാണ് ഈ ഫണ്ട് പിൻവലിച്ചിരിക്കുന്നത്. ആര് കുട്ടടിച്ചു എന്നതിന് രേഖകളില്ല, ആർക്ക് കൊടുത്തു രേഖകളില്ല. ഇതാണ് കഴിഞ്ഞ 5 വർഷത്തെ മാന്യന്മാരുടെ ഭരണം. ഇതാണ് ഈ നാട്ടിൽ ഇതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല, തിരക്കുള്ള സമയമായതുകൊണ്ട്. ഇനിയുമുണ്ട് ഒരു വലിയ ഒരു കെട്ട് രേഖകളാണ് നമ്മുടെ കൈവശമിരിക്കുന്നത്. അതിനെയും ഒന്നുകൂടി അതിൽ കൂടി വീണ്ടും പഠിച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇനിയുമുണ്ട്. അപ്പൊ ഹരിപ്പാട് നഗരസഭയിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുൻപാകെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കണക്കുകളും തെളിവുകളും നിരത്തുന്നത്. ഇനി നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ഭരണസമിതി നമുക്ക് വേണോ? ഇത്ര കാലവും ഇവർ നമ്മെ കബളിപ്പിക്കുകയായിരുന്നോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. നമ്മെ ഭരിച്ചവരുടെ കഴിവുകേട് പണമില്ലാത്തത് കൊണ്ടല്ല, അക്കൗണ്ടിൽ പണമുണ്ട്, എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? എങ്ങനെയാണ് പണം ലാപ്സായി പോകുന്നത്? നിങ്ങൾക്കറിയാം, കോടികൾ അക്കൗണ്ടിൽ വന്ന് കിടക്കുമ്പോ അത് പദ്ധതികൾ ഇത് ചെയ്യാത്തത് കൊണ്ട് മാത്രം ആ പണം ലാപ്സായി പോവുകയാണ്. എന്ന് മാത്രമല്ല, ചെലവഴിച്ച തുകയ്ക്ക് രേഖകളില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹരിപ്പാട് നഗരസഭയിൽ നടന്നിട്ടുള്ളത്. ഇതിനൊരു അറിവ് വരുത്തണം. അതാണ് നാം പറയുന്നത്, ഇടതും മതിയായി വലതും മതിയായി. ഇനി ഇതിന് ഒരേ ഒരു പരിഹാരം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ വരുന്ന 9-ാം തീയതി ഉചിതമായ തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കണക്കുകൾ ഹരിപ്പാട് നഗരസഭയിലെ ഹരിപ്പാട്ടെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പാകെ ഭാരതീയ ജനതാ പാർട്ടി നൽകുകയാണ്. നമസ്കാരം.